ഇതാണ് ഞങ്ങളുടെ ലേക്കയ്ക്ക് കുറച്ച് ഇഞ്ചക്ഷൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഒന്ന് കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ലേക്കയ്ക്ക് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഞങ്ങളുടെ കട്ടപ്പനയിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തുള്ള ഫെലിക്കണിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫെലിക്കൺ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. പെറ്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ലൊക്കേഷൻ നമ്മുടെ തൃപ്പൂണിത്തറയിൽ ഏരൂർ വെണ്ണല റോഡിൽ ഏരൂർ തന്നെയാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഒരു വർഷം മുമ്പുണ്ടല്ലോ ലേക്കയുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ്റെ കൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. 5-6 ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. എല്ലാ ഡോക്ടേഴ്സും യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു തവണ പോലും ഡെലിവറി ചെയ്യിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നീട് ഞങ്ങൾ ലേക്കിനെ വാങ്ങിച്ച ചേട്ടൻ പറഞ്ഞു ഫിലിക്കണിൽ സുനിൽ ഡോക്ടർ ഉണ്ട്, ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് നോക്കാനേ. അങ്ങനെ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ യൂട്രസും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല, ഇൻഫെക്ഷൻ്റെ കൗണ്ടും കുറഞ്ഞു. പിന്നെ ഇവനുണ്ടല്ലോ ഒരു തവണ ഡെലിവറി ആവുകയും ചെയ്തു. 6 കുഞ്ഞുങ്ങളും കിട്ടി. ഇവനല്ല കേട്ടോ, ഇവളാണ്. ലേക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പിൻ്റെ ആവശ്യത്തിനും സ്കാനിങ്ങിനൊക്കെ ആവശ്യത്തിനാണ് കേട്ടോ ഞങ്ങൾ ഫെലിക്കണി വരാറുള്ളത്. ചെറിയ മൈനർ ട്രീറ്റ്മെന്റ് എല്ലാം ഞങ്ങൾ കട്ടപ്പന തന്നെയാണ് കാണിക്കാറുള്ളത്. അങ്ങനെ ഫെലിക്കണിലെല്ലാം കയറി നമ്മൾ കൺസൾട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡോഗിന്റെ സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാവും ഇതെല്ലാം വായിക്കുമ്പോഴേ. പിന്നെ ഒരു പെറ്റ്സ് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ലേക്കയ്ക്ക് അങ്ങനൊന്നും ഇല്ല. അവൻ അവിടെ കസേര കയറി ഇരിക്കണേ. ഇവിടെ ഞാൻ മുമ്പൊക്കെ വരുമ്പോഴാണെങ്കിലും എല്ലാ പെറ്റ്സും താഴെയാണ് ഇരിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ലേക്ക് മാത്രം ഇങ്ങനെ കസേര കയറിയിരിക്കേ. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് അവർക്ക് പെറ്റ്സ് ഇരുന്നാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നീട് ഒരുപാട് ലേക്ക് ഫാൻസ് വന്നായിരുന്നേ. അതിലൊരാളാണ് കേട്ടോ ഈ ചേച്ചി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാരീസ് ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ചേച്ചിയായിട്ടും കൂടെ ഒരു സെൽഫി എടുത്തേട്ടാ. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് അവരുടെ പെറ്റ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫെലിക്കണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സിനെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഫെലിക്കൺ വലിയൊരു ഫേമസ് ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാവർക്കും വലിയ പരിചയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന 2 ലാബില്ലേ, ഇവർ രണ്ടുപേരും റെസ്ക്യൂ ചെയ്തേക്കുന്നവരാണ്. ഇവരുടെ മുന്നത്തൊക്കെ ഫോട്ടോ ഞങ്ങളെ കാണിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഡോഗ്സിന് മാത്രമല്ല ഇവിടെ എല്ലാ തരത്തിലുള്ള പെറ്റ്സിനെയും ഇവിടെ ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ചേട്ടന്മാർക്ക് ഒരു തത്തയുണ്ട്. അതിന്റെ സർജറി അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവർ അതിന് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു വലിയൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകളും ഒരുപാട് നടത്താറുണ്ട് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പെറ്റ്സുകൾ വന്നു തുടങ്ങി. എന്റെ ലേക്കയ്ക്ക് പിന്നെ ഏത് പട്ടീനെ കണ്ടാലും അവനായിട്ട് കൂട്ടുകൂടണേ. പാവം നമ്മുടെ ലേക്ക് ലാസ്റ്റ് അവനെ കുത്തിട്ടേണ്ട ടൈമായി. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ പോയി വിളിക്കും കേട്ടോ. ആ മുഖത്ത് കാണാനുണ്ടല്ലോ ഞാനൊരു ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേക്കാണ്. അങ്ങനെ കുറച്ച് ഇഞ്ചക്ഷനും പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ടെസ്റ്റിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഫെലിക്കണിലെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാമേ. പട്ടികൾക്കും പൂച്ചകൾക്കും പറ്റിയ ഗ്രേവീസ് ഒക്കെ ഇല്ലേ, പല ഫ്ലേവറിലുള്ളത്, അതാണ് കേട്ടോ ഈ സെക്ഷനിലുള്ളത്. പിന്നെ ഒരുപാട് ഇതുപോലെ സാഷ പാക്കറ്റിൽ വരുന്ന കാൽഷ്യം ബോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സിപ്പപ്പ് ഉണ്ട്. പിന്നെ ഡ്രൈ ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ വെറ്റ് ഫുഡ് ഉണ്ട്, ഗ്രേവീസ് ഉണ്ട്, ജെല്ലീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോളറിലൊക്കെ ഇടുന്ന ബെൽറ്റുകളുണ്ട്. അതുപോലെ തന്നെ ലീഷ് ഉണ്ട്. എല്ലാ തരത്തിലും പെറ്റ്സിന് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പൂച്ചകൾക്കും പട്ടികൾക്കും വേണ്ടി മാത്രമല്ല എല്ലാ പെറ്റ്സിനുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ബേർഡ്സിനുള്ള സെക്ഷൻ വേറെയാണ്. ഇവിടെ ഡൈപ്പേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ പൂച്ചകളേക്കാൾ കൂടുതൽ പീരിയഡ്സ് ആവുന്നതും ബ്ലീഡിംഗ് ഉണ്ടാവുന്നതും പട്ടികൾക്കാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഡൈപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഈവൻ ഇഫ് അതിന്റെ സൈസിലാണെങ്കിലും അതിന്റെ ഫ്ലേവറിലാണെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള പെറ്റ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന സ്റ്റെപ്പില് നേരെ പോകുന്ന ബോർഡിങ്ങിലോട്ടാണ്. ഇവിടെ പെറ്റ്സിനൊക്കെയുള്ള ബോർഡിംഗ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളുടെ ലേക്കേനെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞങ്ങൾ ബോർഡിങ്ങിൽ ഇവിടെ ആക്കാറുണ്ട്. പിന്നീട് ഞാൻ ലേക്കിക്ക് അവിടെ നിന്ന് ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്തേ. ലേക്ക് അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ ഹസ്കികൾ ഭയങ്കര അഗ്രസീവ് അല്ലേ, പക്ഷെ ഇവൾ അങ്ങനൊന്നും അല്ല കേട്ടോ. എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. എല്ലാവരും വേണം, ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്ത് വാക്ക് പഠിപ്പിച്ചു കൊടുത്താലും പെട്ടെന്ന് പഠിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഞങ്ങളുടേതായ രീതി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോവാൻ നേരത്തെ ഞാൻ ഇതുപോലെ ബോളൊക്കെ മാറ്റി വെച്ചേട്ടോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ബോൾ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായിട്ട് പോയട്ടോ. ഞങ്ങളുടെ ഈ ലേക്കിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പട്ടീനെയും പൂച്ചനൊന്നും കാറി കയറ്റല്ലേ എന്ന് പറയല്ലേ. ഞങ്ങൾക്ക് അത്രയ്ക്കും ജീവനാണ് ഞങ്ങളുടെ പെറ്റ്സിനെ. അതുകൊണ്ട് ഞങ്ങളുടെ ദേഹത്തൊക്കെ പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ കൂടെ ഉണ്ടാവും. എന്നിരുന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടേക്ക് കെയർ, ബൈ.